സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ കടിക്കല്ലട പൊന്ന, എന്നെ കടിക്കല്ലട പൊന്ന. ഒയ്യാ ഒയ്യാ ഒയ്യാ. രേണുസുധിയുടെ പുതിയ സബ്സ്ക്രിപ്ഷൻ വീഡിയോ വീണ്ടും പുറത്തായിട്ടുണ്ട്. മെസ്സർമൈൻ മനമാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അയ്യോ, ചിരിക്കാണ്ട് പിന്നെ എന്ത് പറയാനാണ്. അയ്യോ, എന്നെ കടിക്കല്ലടാ പൊന്ന, എൻ്റെ ചുണ്ട് പൊട്ടിയടാ, എന്ന് കാണണം എൻ്റെ ചുണ്ട് പൊട്ടിയടാ. എന്നാൽ ആരോ എൻ്റെ അടുത്ത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുവാടാ, സങ്കടമുണ്ട്. പോട്ട്, അത് വിട്. എന്തായാലും കടികളട പൊന്ന, നമുക്കൊരു അരുവനും കാണാം. പിന്നെ ത്രിവണ്ണക്കുണ്ടനം കണ്ണ് അവനെയും കാണിച്ചു തരാം ഞാൻ. അത് വിട്. അതിനു മുമ്പേ നമുക്ക് രേണുസുന്ദര പുതിയ വീഡിയോ കാണാം. ഓ, മ്യൂസിക് വേണ്ട, കോപ്പി റൈറ്റ് അടിച്ചല്ല. എന്നായിരിക്കും. നീ മെനഞ്ഞാന്നെന്താടി പറഞ്ഞത്? നിനക്ക് കുരു പൊട്ടിയെന്നല്ലേ, ചുണ്ട് പൊട്ടിയെന്ന്. എന്നിട്ട് വീഡിയോയിലൊന്നും കടികളട പൊന്ന 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 ഈ സെറ്റപ്പ് ആയിരുന്നു ഈ വീഡിയോയിൽ. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന കൊണയടി. ഇപ്പം ചുണ്ട് വിവാദമായപ്പോൾ എന്തായാലും കൊള്ളാം. ഇനി വേറൊരെണ്ണം കാണാം. എന്തുവാടെ ഇത്? ഈ ഒരു ഷെഡിട്ടൂടെ നിനക്ക്? എന്തുവാ ഇത്? എവിടെയാ ഇത്? ഇതേതാ എന്താ കയ്യിലെന്താ ഇത് സംഭവം? നോക്കാം. ഓ, കേൾക്കാൻ വരട്ടെ. കേൾക്കുന്നില്ലല്ലോ, ഓളിയില്ലാതിരിക്കാനല്ലേ അവള്. ത്രിവർണ്ണ പതാക. സുഖം കുറച്ച് കുറവുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ഇനിയിപ്പോൾ സുഖക്കുറവ് മാറ്റണ്ട, അത് വിട്. പിന്നെ കടികളുടെ പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിനക്ക് എന്താടി ഇങ്ങനെ? നിനക്ക് സബ്സ്ക്രിപ്ഷനിൽ വരുമ്പോൾ എന്താടി കൊടുത്തോണി ഇല്ലേ? എനിക്ക് കുറഞ്ഞു പോണു. എന്തുവാ ഇത്? ഞാൻ അടിയിലിരുന്ന് നിൽക്കറാണല്ലോ ഇവള് പുറത്തിട്ടുകൊണ്ട് നടക്കുന്നത്. കാണീര്. ആരോഗ്യത്തോടെയൊക്കെ കുഴപ്പമില്ലായിരുന്നുള്ള, വിശപ്പൊന്നുമില്ല, തിന്നിട്ടുണ്ട്, ആരോഗ്യമൊക്കെ വലിയ കുഴപ്പമില്ല. നിനക്ക് ആരോഗ്യത്തിന് വല്ല ഗുരുവുണ്ടോ? വല്ല ഗുരു വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. പറഞ്ഞ നീ ലൈവിൽ വന്നില്ലെങ്കിൽ വിഷമോ? നിന്നെപ്പോലെ ഒരു കാട്ടുകിഴങ്ങ് ലൈവിൽ വന്നില്ലെങ്കിൽ വിഷമോ? നീ കാരണം കേരളം കത്തി കഥം. പിന്നെ ഏവനെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അകത്ത് കയറിയപ്പോൾ ഉണക്കമീൻ വറുത്തതാണ് അവന് കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടായത് കേട്ടോ. പോട്ട്, കുഴപ്പമില്ല. പറഞ്ഞ കണ്ട് എല്ലാവരും കണ്ട്. ഞാൻ വീട്ടിലിവിടെ രാവിലെ അടുക്കളയിൽ ജോലി ചെയ്ത് കൊടുക്കുന്ന തേങ്ങ തിരികെ കൊടുക്കാറുണ്ട്. ചിരട്ട ബാക്കി വരും. ചിരട്ട, ഏത് ചിരട്ട? നിങ്ങളുടെ അവിടെ ചിരട്ട എന്ന് തന്നെ പറയും, നമ്മുടെ അവിടെ ചിരട്ട എന്ന് പറയും. ആ സാധനം തന്നെ, അത് ബാക്കി വരും. അതെനിക്ക് ചില സമയങ്ങളിൽ ചിലതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നു. ഏത് ചിരട്ട? ഒന്നും പണയില്ല. ഓ, നിന്റെ ലൈവ് ലീക്കാകുന്ന കുറച്ച് പേര് ഇതിൻ്റെ അകത്തുണ്ട്. നിന്റെ ലൈവ് ലീക്കാക്കുന്നത് അവർ വന്നിരുന്ന് ആസ്വദിക്കാൻ വരുന്നതല്ല. നിന്റെ ലൈവ് ലീക്കാക്കുന്നവർ നിന്റെ ഈ കോപ്രായം എടുത്തിട്ട് വലിച്ചേറി ഒട്ടിക്കുമ്പോൾ കണ്ടന്റ് ആവും, പൈസ കിട്ടും. പിന്നെ നമ്മുടെ അഭിപ്രായം പറയാം, പിന്നെ നമ്മുടെ എത്തിക്സ് നമുക്ക് അവിടെ കാണിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ലീക്കാക്കുന്നത്. നീ ഈ ലൈവിൻ്റെ അകത്ത് കാട്ടവരാധം കാണിക്കുന്ന നിർത്ത്. ആരും ലീക്കാക്കത്തില്ല. നീ അതിൻ്റെ അകത്ത് വന്നിരുന്ന് മറ്റേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കുണച്ച് വെച്ച് അതിൻ്റെ അകത്ത് പൈസയും മറ്റേ പരിപാടിയും ചെയ്ത് ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നാട്ടുകാർ എന്ത് ചെയ്യും? അതുകൊണ്ട് നിന്റെ മറ്റേ കൊണാപ്പ് വീഡിയോ കണ്ട് റോക്കറ്റ് വിടാനാണെന്ന് നീ വിചാരിക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് വിടേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് അറുത്ത് കളയണം. അതാണ് നല്ലത്. ഡിസ്കംബി കണക്ഷൻസാണ് ഇതൊക്കെ. സത്യം, ആയ കമ്പിയും കൂടി ഡിസ്കംബി ആയിപ്പോകും. വെറുതെ ഇമാതിരി സാധനങ്ങളെയൊന്നും കാണിച്ചിട്ട് കമ്പി അടിക്കാനാണെന്ന് പറയരുത്. റെനാസുവിനെ പറയുന്നത്, എൻ്റെത് കണ്ട് ആസ്വദിച്ച് എടി, ആസ്വദിക്കാൻ വല്ല ചിരട്ടയും വേണ്ട എൻ്റെ അകത്ത്. കോപ്പ്. അയ്യോ, സ്നേഹിക്കുന്ന തങ്കം ചേട്ടൻ മാത്രം കാണും, വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. തങ്കം ചേട്ടൻ സബ്സ്ക്രൈബറാണോ? അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട് കേട്ട അങ്ങേര്. അയ്യോ, ഇതെന്താ കൈക്കെന്തെങ്കിലും പറ്റിയ? ലവ് യു. ആയിക്കോട്ടെ, ഇതെല്ലാം കൊള്ളാം. പിന്നെ എൻ്റെ പൊന്നടാ, ഞാൻ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ്ലി പറയാം. നിൻ്റെ ഈ കുണച്ച വീഡിയോ കണ്ട് ദയവ് ചെയ്തിട്ട് പറയരുത്. ആസ്വദിക്കണം, അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ അപരാധം കാണിച്ചിടുന്നതല്ല എനിക്ക് അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ്.
സഹിക്കാൻ പറ്റില്ല നിൻ്റെ അത് കണ്ട് നമ്മൾ ആസ്വദിക്കണം. അതിനേക്കാൾ അപമാനം നമുക്ക് വേറെ കിട്ടാനില്ല. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ അതിൻ്റെ അത് കുറേ കാമപ്രാന്തന്മാർ ചിലപ്പോൾ കാണുമായിരിക്കും. എന്ത് മറ്റേ കമ്പിൽ തുണി ഇട്ട് വെച്ചിരുന്നാലും പോയി പണ്ണെന്ന പ്ലക്കുന്ന ടീംസുകൾ കാണും. അത് ചിലപ്പോൾ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരിക്കും അങ്ങനത്തെ കുറേ ടീംസുകൾ. അല്ലാണ്ട് ഇത് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് നിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അല്ലാണ്ട് നിന്റെ മറ്റേ കണ്ടിട്ട് സീൻ പിടിക്കാനും ആസ്വദിക്കാനും അല്ല. അങ്ങനെ നീ വിശ്വസിക്കരുത്. അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അത്രയും ഗതികെട്ടവന്മാരൊന്നും ഇല്ല സത്യം. ഈ വീഡിയോസ് ചെയ്യുന്നതിൽ അത്രയും ഗതികെട്ട ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ കമ്പിൽ തുണിയിട്ട് വെച്ചാലും പ്ലക്കുന്ന ടീമുകൾ ഏവനെങ്കിലും ഒക്കെ കുറേ എണ്ണം കാണും. അതായിരിക്കും ഒരു 10,000-2000 പേര് കിടക്കുന്നത്. അവന്മാരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് വെച്ചിട്ടുള്ളത്, മനസ്സിലായോ? അല്ലാണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് ബോഡി ഷേമിംഗ് ആണെന്ന് പറയില്ല കേട്ടോ. ഇതിനൊക്കെ അതിൻ്റെ അപ്പുറത്തെ ലെവലിൽ ഇതിനൊക്കെ പറയണം സത്യം, സീരിയസ്ലി. കാരണം എന്തുവാടേ ഇത്, എന്തുവാ എടി? ഒരു കൊച്ചില്ലേ നിനക്ക്? ആ പബ്ലിക്ക് മൊത്തം അറിയാമെന്നുള്ള ഒരു കുട്ടിയാണ്. നാട്ടുകാർക്ക് മൊത്തം അറിയാം കൊല്ലം സുധിയുടെ മകൻ. കിച്ചുവിനെ വിട്, അവൻ്റെ പാട് നോക്കിപ്പോയി. നിന്നെയും വാരിച്ചളി അടിച്ചിട്ട് അവൻ പോയി. വേറൊരു പയ്യനില്ലേ, നാട് മൊത്തം ലോകം മൊത്തം അറിയാം ഋതപ്പൻ സുധിയുടെ മകനാണ്. ആ ഒരു കൺസേണെങ്കിലും ചിന്തിച്ചിട്ട് വിട്ടിട്ട് പോടി ഇമാതിരി അപരാധങ്ങൾ കാണിക്കാറുണ്ട്. നാളെ ആ കൊച്ചു വളർന്നു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു തള്ളയായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഉളുപ്പ് ഇല്ലെന്നറിയാം. എന്നാലും എവിടെയോ ഒരു കുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഇതെന്താ സംഭവം? ഹനാൻ്റെ കേസാണല്ലോ, നോക്കാം. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെ പറ്റി നെഗറ്റീവ്. അയ്യോ, നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് തൂറിപ്പെടുത്ത് സന്തോഷമായിട്ട് പോയിട്ട് നെഗറ്റീവ് പറഞ്ഞു. ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ളതല്ലേ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു സാധനത്തിന് സുഹൃത്തായിട്ട് കൊണ്ട് നടന്നാലും അപമാനമെന്നേ ഞാൻ പറയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ നല്ലവനെന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ കേടുകെട്ടവനാണ്. പക്ഷേ തരം താഴ്ന്നു പോകരുത്. ചില പോയിന്റിലൊക്കെ ഇതുപോലെ ഇത്രയും മ്ലാച്ചകരമായിട്ട് മാറിപ്പോകും. ഇപ്പോൾ അൻഹാൻ ഒരു ആരോപണം ഉന്നയിച്ചു, അത് നിനക്ക് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാം. പകരം എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണ് എന്ന് പറഞ്ഞ് കിടന്ന് ഉരുളാക്കിക്കല്ലേ. ഇപ്പോൾ എന്നെ കുറിച്ചിട്ട് നാളെ ഒരു അലിഗേഷൻ വന്നെന്ന് നിൽക്കുക, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, എടാ എനിക്ക് പറ്റിപ്പോയി, ഞാൻ ചെയ്ത്, അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് തുറന്ന് പറയും, ഉള്ള കാര്യം പറയും. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കിടന്ന് ഉരുളാനോ അതിനൊന്നുമില്ല. എന്നെ കുറച്ചൊരു മോശമായിട്ടുള്ള അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് തരുകയും ചെയ്യും. അതത്രേ ഉള്ളൂ. അത് ശരിയാണ്, സത്യമായാലും കള്ളമായാലും നിന്റെ പേഴ്സണൽ കാര്യമാണ്. നമ്മളാരും ഇല്ല പബ്ലിക്കിൽ കൊണ്ടിട്ട. ഇനിയിപ്പം ആരുടെ പേഴ്സണൽ കാര്യം നമ്മളായിട്ട് ആരും കൊണ്ടിടില്ല. ഇതുപോലെ ആരെങ്കിലുമൊക്കെ പുറത്ത് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചുരുളഴിച്ച് വരുന്നത്. അല്ലാണ്ട് നിന്റെ പേഴ്സണൽ കാര്യത്തിൽ നമ്മളാരും കയറി ഇടപെടാറില്ല. പിന്നെ നീ വന്ന് ഓരോ കള്ളത്തനങ്ങൾ പറയുമ്പോൾ അതിനെ പൊളിച്ചെടുക്കാറുണ്ട്. നിന്റെ പേഴ്സണൽ കാര്യത്തിനെ തന്നെ നീ കള്ളത്തനമായിട്ട് ഉരുട്ടി വിടുമ്പോഴാണ് അതിനെ പൊളിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ബാക്കിയുള്ളവർ പോകുന്നത്. നീ കണ്ടിട്ട് മിണ്ടിയിരുന്നെങ്കിൽ പിന്നെ അങ്ങ് ഇപ്പം മല ഉറച്ചാണ്. നീ ആവശ്യമില്ലാതെ ചുമ്മാ എൻ്റെ ബക്കറ്റ് ഇടിച്ച് കയറാറുണ്ടായിരുന്നല്ലോ. അതുപോലെ കയറാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള കുറേ അലിഗേഷൻസ് വന്നതിൻ്റെ പിന്നാലെ ഇടിച്ച് കയറാൻ പറ്റുന്നില്ല. എൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ തിടുക്കമൊന്നും കാണാനില്ല. എൻ്റെ പേരിൽ കൊടുക്കുകയോ താത്തയുടെ പേരിൽ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. എൻ്റെ പേരിൽ കൊടുക്കാൻ എന്ത് തിടുക്കമായിരുന്നു. ആ തിടുക്കം, ആ ഒരു ഊർജ്ജമൊന്നും ഇതിലൊന്നും കാണുന്നില്ല. അന്ന് മീഡിയക്കാരെയൊക്കെ വിളിക്കുന്നു, കരയുന്നു, നാടകം, പോലീസുകാരെ ചീത്ത വിളിക്കുന്നു, എന്തൊക്കെയായിരുന്നു. ഇപ്പം എവിടെ പോയി ഇടിച്ചിരിക്കുന്നു? ഈ ത്രിവണപ്പുണ്ടയെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ അടുത്ത് ആലോചിക്കുന്നത്. ഏന്നോ സുധി ചുണ്ട് പൊട്ടിയത് കാണിച്ചത്. നായിൻ്റെ മോൻ ഇവനെപ്പോലത്തെ ഒരു കാട്ടുകഴിവേറെ വേറെ ഇല്ല, കരടിക്കുണ്ടായവൻ. കുട്ടിയെ ഏത് വകയില്? 40 കൊല്ലം മുമ്പാ കുട്ടി പട്ടി എനിക്ക് പോടാ. ചുണ്ട് ബാ പൊട്ടി ബാ. ചുണ്ട് പൊട്ടിയപ്പോ ഒന്ന് കാണിച്ചത് എന്റെ ചുണ്ട് പൊട്ടി. നീ എന്താ ഗണേഷ് വയ്ക്കാൻ പോണാ? ചുണ്ട് കളിച്ചിട്ട് ചുണ്ട് പൊട്ടിയപ്പോൾ ഒന്ന് കാണിച്ചു. എടാ കാട്ട് കഴിവേർ കടയാടി മോനെ, ഞാൻ എന്താ നിന്നെ പറയേണ്ടത്? ചുണ്ട് പൊട്ടിയപ്പോൾ കാണിച്ചത് ഇങ്ങനെ. ഇതാ കണ്ടോ, എൻ്റെ സാമാനങ്ങളൊക്കെ കണ്ടോ? ഇതാണ് ചുണ്ട് പൊട്ടിയപ്പം കാണിച്ചത്. പന്നക്കടയാടി കാണിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഏതോ കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി ഏതോ കുറെ ആൾക്കാർ എഡിറ്റ് ചെയ്ത് എടാ പോടാ കാട്ട് കഴിവേർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് അപരാധമാണ്. അപരാധം. റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്തു.
ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ലൈവില് വന്നിട്ട് പറഞ്ഞു, എന്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. അതിനെന്തിനാണ് അവര് ഇങ്ങനെ 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 തേജോധം ചെയ്യണത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ. ഒരു അങ്ങനെ എങ്ങനെയെങ്കിലും അവരാഴ്ച ജീവിക്കാൻ സോഷ്യൽ മീഡിയ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒക്കെ അവരാഴ്ച വേണമെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണോ അവരാഴ്ച ജീവിച്ചത് നമ്മൾ ആരും ഒന്നും പറയാനും വരുന്നില്ല, ചെയ്യാനും വരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപരാധം കാണിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. പൊന്നു മക്കളെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എന്ത് അപരാധം വന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സംസാരിച്ചിരിക്കും. നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ ഇടിച്ച് കയറുന്നില്ല. അവരായിട്ട് എന്തെങ്കിലും കൊണ്ട് ഇടുമ്പോഴാണ് അതിൻ്റെ സത്യം അന്വേഷിച്ച് അതിൻ്റെ സത്യം തുറന്ന് നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായ? പേഴ്സണൽ ലൈഫിൽ അവൾ എന്ത് ചെറ്റത്തനം കാണിച്ചാലും അതിൻ്റെ ചൂടും പിടിച്ചുകൊണ്ട് പോകാനൊന്നും ഞാനില്ല. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ സംസാരിക്കും. ഓക്കെ, പേഴ്സണൽ ലൈഫിൽ അവൾ കാണിക്കുന്ന ചെറ്റത്തനങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അതിന് നമ്മൾ അഭിപ്രായം പറയും. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചിട്ട് അപരാധമാണ് അതിൻ്റെ അകത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെ പിന്നെ എടുത്ത് അമ്മാനാടണോ? ഇവളെയൊക്കെ കണ്ടിട്ട് എത്ര പെൺകുട്ടികൾ വഴി തെറ്റുന്നുണ്ട്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷമായിരിക്കും. ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. അതിന് സ്വന്തം മാനം വിറ്റാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച കുറേ പെണ്ണുങ്ങൾ. എടാ നായിനമാണ്, നിനക്ക് ഇതിനൊന്നും പറയാനുള്ള വോയിസ് പോലും ഇല്ല. കാരണം നീ ഏതൊക്കെ വെടികളെയും കൊണ്ടുവന്നിട്ടാണ് നീ ഓരോ അപരാധ വെടികൾ ഇടുന്നത്. നിനക്കതിന് ഒരു വോയിസേ ഇല്ല. പിന്നെ പൊക്കി കാണിച്ചു വിടും മോശമാണ്. ചേച്ചി പോടാ ത്രോണ്ണപ്പുണ്ടേ. ആ ഇതാരാ? ഓ രേണുസൂരി ഡ്യൂപ്പ്. ബാ പറ. നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മത്സരിച്ചിട്ട് പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാര് പുള്ളിക്കാരിനെ പറ്റി മോശമായിട്ടൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ, എന്നാൽ പോലും നമ്മളത് നമുക്ക് എന്താ പറയാ, പുള്ളിക്കാരിനെ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിനക്ക് തോന്നൂല. നിന്നെ പോലെയുള്ള കാട്ട് ഇതിനൊക്കെ നെഗറ്റീവായിട്ട് തോന്നത്തില്ല. ഇതെല്ലാം പോസിറ്റീവായിരിക്കും. അല്ലാതെ ബോധം പൊക്കണമുള്ള വെളിവുള്ള മനുഷ്യന്മാരുണ്ട്, അവർക്കൊന്നും തോന്നേണ്ടൊക്കെ തോന്നും നന്നായിട്ട്. പിന്നെ പിടിച്ച് കെട്ട് ഏറ്റവും കൂടുതൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാണെങ്കിൽ. വളരെ നല്ലതാണ്. ഏത് ഫാന്? സീലിംഗ് ഫാനാ, ടേബിൾ ഫാനാ, മറ്റേ ഫാനാ? ഏത് ഫാന് പോലും കണ്ട അപരാധങ്ങളെല്ലാം കണ്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അതേ മാർഗം സ്വീകരിച്ചിട്ട് ഫാന് പോലും കോപ്പ് ലൂപ്പ് തൂറിണ്ട്. പറ. നീ പറഞ്ഞറിയിക്കണ്ട. അവിടെ ഇവിടെ മാറിപ്പോയിരിക്കും. അതായിരിക്കും നിനക്ക് നല്ലത്. ത്രിവണ്ണക്കുണ്ടനെത്തി. ഇവനാണ് ത്രിവണ്ണക്കുണ്ടൻ. ഇരിക്കുന്ന ഇരിപ്പൊക്കെ ലിപ്സ്റ്റിക്ക് വിട്ട് കരിയും വരച്ച് സുറുമയും ഇട്ട്. ഇവനൊക്കെ ആരാണ് ആണായിട്ട്? രേണു ഒപ്പം റൊമാൻറ്റിക്കൽ ആകാം, ചെയ്യണം. ത്രിവണ്ണക്കുണ്ടൻ പറയുന്ന കേട്ട് നോക്കാം. നിന്റെ തോന്നൽ അവിടെ തന്നെ നിന്റെ കാലിടെ ചുരുട്ടി വെച്ചോണ്ടിരുന്നു. നിന്റെ തോന്നലുകളൊന്നും പുറത്തു പറയരുത്. വച്ചോ. നന്നായിരിക്കും. നീ ഇടയ്ക്ക് മറ്റേ കടൽ പന്നി കടലിൽ കിടന്ന് ഉരുളുന്ന പോലെ തിരമാലയുടെ ഇടയിൽ കിടന്ന് ഉരുളുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. റൊമാൻറ്റിക് എന്താ? കടൽപ്പന്നി ഇതിനേക്കാളും കൊള്ളാടാ. സൂപ്പറാ കടൽപ്പന്നി കാണാൻ. നീ എന്താടാ കാട്ടുപന്നി? എനിക്കൊരു ആഗ്രഹമുള്ളത്. അപ്പൊ അതിനുള്ള പ്രൊഡ്യൂസറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് രേണുസുതി ബിഗ് ബോസ്. നിന്റെ മറ്റവനില്ലേ അലിൻ ജോസ് പെരേര, അവനെ വിളി. അവൻ പ്രൊഡ്യൂസ് ചെയ്ത് തരും. അവനെ അവന്റെ അപ്പനെയും വിളി. താരമായതുകൊണ്ട് നമ്മുടെ അതിനുള്ള പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കാനില്ല രേണുസുതിക്ക്. ഒരു 20 ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരായിട്ടുണ്ടെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ്റെ മെസ്സേജ് എടുക്കാം. രേണുസുതി വിഷ്ണു കൊച്ചിക്കാരൻ നാടിന് നാണക്കേടായിട്ട് ഓരോരുത്തർ. കൊച്ചിക്ക് നാണക്കേട് പോലെ അപരാധി. വിഷ്ണു കോപ്പാണ്. എനിക്ക് പ്രതിഫലം കൊടുത്താൽ മതി. എനിക്ക് പ്രതിഫലം തരണ്ട. എനിക്ക് പുള്ളിക്കാരത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും നിനക്ക് പ്രതിഫലം. നിനക്ക് വായി തരുമിക്കാറും ഷേക്ക് അടിച്ചു തരും. ഇങ്ങനെ ഒരു എന്താ പറയാ, ഷോർട്ട് ഫിലിം റൊമാൻറ്റിക്കൽ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. തരും. ഓടിപ്പോയി കമന്നിരിക്കണം. നിനക്ക് മിക്കവാറും ഷോർട്ട് ഫിലിം അടിച്ച് അണ്ണാക്കി തരും. അത് മാറ്റിക്കൊണ്ടുവേണം നീ വീട്ടിൽ പോകാൻ. എന്ത് പുണ്ടകളെന്തോ ഇതൊക്കെ. ത്രിവണ്ണക്കുണ്ടന്മാർ വരെ ഇറങ്ങി രേണുസുതിക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. രേണുവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, നീ ഇത്രയും കാട്ട് കഴിവേറെ ആയിപ്പോയില്ലോടി. കഴിവേറിയവൾ. നാണമില്ലേ? നാണക്കേട് കൊണ്ടുണ്ടാക്കുന്ന പണം നാണക്കേട് മാറ്റിയിടുമെന്നാണ് പറയുന്നത്. ഒരു സമയം കഴിയുമ്പോൾ നീ ചെയ്യുന്നതെല്ലാം ബിഗ് സീറോയാണ്. നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഒന്നുമല്ലായിരുന്നെന്ന് മനസ്സിലാക്കുന്നൊരു കാലം വരും. വിദൂരമല്ല. അതുകൊണ്ട് നമുക്കൊരു ജീവിതമാണ് ഈ ഭൂമിയിൽ തന്നിട്ടുള്ള ദൈവം, അല്ലേ? ഒരു ജീവിതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല 2ാം ജന്മം ഉണ്ടോ ഇല്ലായിരുന്നു.
പക്ഷെ തന്നിട്ടുള്ള ജീവിതം മാന്യമായിട്ട് ജീവിക്കാം. മാന്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കാതെ. വേറെ ഒന്നും കൊണ്ടല്ല, നിന്നെയൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നതായിട്ടില്ലേ, രേണുവിൻ്റെ ബിഗ് ഫാനാണ്, മറ്റതാണ്, രേണുവിനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാണ്, ബിഗ് ഫാനാണ്, നിന്നെയൊക്കെ പോലെ ഫോളോ അപ്പ് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവളുമാർ ഊരും തുണി ഊരിയിട്ട് വീണ്ടും നിന്നെയൊക്കെ പോലെയൊക്കെ ഇറങ്ങിത്തിരിക്കും. നാട് നശിക്കും. സോഷ്യൽ മീഡിയ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊതുസമൂഹങ്ങളിൽ ഇരുന്നിട്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചുറ്റും ആൾക്കാരിരിക്കുന്ന സമയത്ത് എന്ത് പോസ്റ്റാണ് നമ്മുടെ ഫീഡിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ട അപരാധങ്ങൾ ഇതൊക്കെ ആയിരിക്കും വന്ന് കയറി തരുന്നത്. സോ ബി കെയർഫുൾ. ഇതുപോലത്തെ അപരാധങ്ങൾ അഭിനയിച്ച് നടക്കുന്ന അപരാധികളെല്ലാം നമ്മൾ തുടച്ചു മാറ്റണം. അതിനു വേണ്ടിയിട്ട് സംസാരിക്കണം. ഇതിനൊക്കെ ഒരു അറുതി വരും ഒരു നാൾ. നമ്മൾ ഇത്രയും കോര പ്രസംഗിക്കുന്നതിനൊക്കെ ഒരു ദിവസം എന്തെങ്കിലും വരും. മറ്റേ റമ്മിയും ഗ്ലമ്മിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എല്ലാം തുടച്ചു മാറ്റിയതുപോലെ ഇത്തരം ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സകലമായ വീഡിയോകളും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ച് നീക്കിയതുപോലെ ഇതിനൊക്കെയും ഒരു ദിവസം അറുതി വരും. അന്ന് നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ ആ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയ വീഡിയോ ഇടണം.